ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കണം. കുതിർത്തെടുക്കുന്നതിന് മുന്നേ തന്നെ കഴുകിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തെടുക്കണം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരി ഉഴുന്നും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം മാറ്റിയിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാൻ പാകത്തിന് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു പരുവമായിരിക്കണം ഈ ഒരു പെസഹ അപ്പത്തിൻ്റെ മാവ്. ഇനി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പെസഹ അപ്പം ഒരിക്കലും പുളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന അപ്പമല്ല. നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ആ അപ്പത്തിനൊരു മയം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇത് 30 മിനിറ്റ് കൊണ്ട് പുളിച്ച് കിട്ടുന്നൊന്നുമില്ല. ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്ലേറ്റിലേക്ക് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് തിക്നെസ് ഉള്ള അപ്പമല്ല പെസഹ അപ്പം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള അപ്പമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുരുത്തോല വെച്ച് കൊടുക്കാം. ഓശാന ഞായറാഴ്ച നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കുരുത്തോലയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റിന് ശേഷം പെസഹ അപ്പമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് കൂട്ടി കഴിക്കുന്ന പാലുണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഫൈനായിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ്. ഈ അരിപ്പൊടിയുടെ കട്ടകൾ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൈവിടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി, ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു പാലിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഉരുളിക്ക് അത്യാവശ്യം നന്നായിട്ട് ചൂടുണ്ട്. ഉരുളിയല്ല ഏത് പാത്രം എടുത്താലും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതാണ് നമ്മുടെ പാലിൻ്റെ ഇപ്പോഴത്തെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കുറച്ച് നേരം ഇരിക്കും കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പെസഹ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു പെസഹ വ്യാഴാഴ്ച ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിന് ശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുതേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.